കയറിപ്പോയാൽ യഹോവ എത്ര കോപിച്ചാലും പേടിക്കണ്ട എന്ന് ഇസ്രായേൽ ചിന്തിക്കും. എന്നാൽ മോശയും ചതിക്കും എന്ന് ഇന്ന് രാത്രി ഞാൻ മല്ലശ്ശേരിക്കാരോട് പറയട്ടെ. വായിക്കാം. സംഖ്യ 11 അധ്യായം. സംഖ്യ 11 അധ്യായം അതിന്റെ 11 12. സംഖ്യ 11 11 12. ആഹാ, നീ അടിയനെ വലച്ചതുണ്ട്. മോശ എന്നാ പറ്റി? അയ്യോ, പതിവില്ലാതെ മോശ എന്തോ ഈ പറയുന്നത്? നീ എന്നെ വലച്ചതെന്താ? പിന്നെ ഈ സർവ്വജനത്തിന്റെയും ഭാരം എന്റെ മേൽ വെച്ചതുണ്ട്. ഇത് ഇസ്രായേൽ മക്കൾ കേട്ടാൽ അവരുടെ നെഞ്ചിലൂടെ എന്തോ കടന്നു പോകും. ദൈവമേ, ഈ മോശ നമ്മളെ ഒരിക്കലും ചതിക്കത്തില്ലെന്ന് വിചാരിച്ച മോശ എന്തോ പറയാ, ഈ ജനത്തിന്റെ ഭാരം എന്റെ മേൽ വെച്ചതുണ്ട്. അടുത്തത് വായിക്കോട്ടെ, താഴോട്ട് വെച്ചോട്ടെ. എടുക്കുന്ന പോലെ ഈ ജനത്തെയൊക്കെ ഞാൻ ഗർഭം ധരിച്ചുവോ? ഞാൻ അവരെ പ്രസവിച്ചുവോ? പ്രിയമുള്ളവരെ, കേട്ടോ, നിങ്ങൾ കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ സൗമ്യൻ, ഏറ്റവും വലിയ ദൈവത്തിന്റെ അംഗീകാരം നേടിയ വ്യക്തി, ദൈവത്തെ മുഖാമുഖം കണ്ടവൻ, ദൈവത്തെ പരിചയപ്പെട്ടവൻ, ദൈവം പ്രസാദിച്ചവൻ, എന്തിനേറെ പറയണം, അവനെപ്പോലെ ഒരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ പോലും മോശയോടൊപ്പം താരതമ്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനം തയ്യാറായപ്പോൾ ഈ മോശമേലും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് ഇന്ന് രാത്രി പരസ്യമായി പറയുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഷോക്കല്ലേ അത്? ശ്രദ്ധിച്ചോ, ആ വാക്കുകൾ ശ്രദ്ധിച്ചോ. ഇതിനെ ഞാൻ ഇനിയും ചുമന്നോണ്ട് നടക്കണോ? ഇതിനെ ഞാൻ മുലയൊട്ടണമോ? ഇതിനെ ഞാൻ ഗർഭം ധരിച്ചുവോ? ഇതിനെ ഞാൻ പ്രസവിച്ചുവോ? കർത്താവിന്റെ വാക്ക് കേൾക്കണോ? സ്തോത്രം. കർത്താവിന്റെ വാക്ക് കേൾക്കണോ? എന്റെ കർത്താവിന്റെ വാക്ക് കേൾക്കണോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു പറഞ്ഞ കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ എന്താ പറഞ്ഞേ? ഞാൻ തന്നെ, ഇവർ പൊയ്ക്കൊള്ളട്ടെ. വീണ്ടും വായിച്ചോട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 2 അധ്യായം അതിന്റെ 13 വാക്യം. ഇത് വായിച്ചാൽ ഏത് വ്യക്തിയും സഭയിലല്ല, യേശുക്രിസ്തുവിൽ, തിരുമേനിയിലല്ല, യേശുക്രിസ്തുവിൽ, പോപ്പിലല്ല, യേശുക്രിസ്തുവിൽ, കൂദാശിയിലല്ല, യേശുക്രിസ്തു ആകുന്ന ഏക പരിചയിൽ വിശ്വസിക്കുവാനും അവന്റെ തണലിൻ കീഴിൽ സ്വസ്ഥമായി വസിക്കുവാനും തയ്യാറായിത്തീരും. എബ്രായർ 2:13. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമെന്നും പറയുന്നു. ഹല്ലേലൂയ. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ഇതാ മോശ പറയുന്നു, ഞാൻ ഗർഭം ധരിച്ചുവോ? യേശുക്രിസ്തു എന്താ പറയുന്നേ? അയ്യോ, ദൈവം എനിക്ക് തന്ന മക്കൾ, ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ. ഞാൻ വിടത്തില്ല, ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. നീ എനിക്ക് തന്നവരിൽ ആരും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, മറ്റൊന്നിലും വിശ്വസിക്കാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മല്ലശ്ശേരിയിൽ ആരെങ്കിലും തയ്യാറാകുമെങ്കിൽ, വിശ്വാസിയായാലും അവിശ്വാസിയായാലും നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിനക്കുണ്ടാകുന്ന സമാധാനം ഈ ലോകത്തിന് തരാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ മാറാത്തവൻ, ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലൂടെയും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. എല്ലാ ന്യായവതിയും അവന് നൽകിയിരിക്കുന്നു. അവനിൽ കൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ ആർക്കും പോകുവാൻ കഴിയില്ല. അവനാകുന്ന വഴിയും സത്യവും ജീവനും. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും എല്ലാ അവകാശവും എല്ലാ അധികാരവും എനിക്ക് തന്നിരിക്കുന്നു. മരണത്തെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു, പിശാചിനെ ഞാൻ ഉരിച്ചു വച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു മതി എന്ന് ഇന്ന് വയ്ക്കുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ വിശ്വാസിയും അവിശ്വാസി രക്ഷിക്കപ്പെടും, വിശ്വാസി ധൈര്യപ്പെടും, അവിശ്വാസി ജീവിക്കും, വിശ്വാസി ആനന്ദിക്കും, അവിശ്വാസി മുമ്പോട്ട് വരും, വിടേണ്ടതിനെ വിടും. ആ പത്രോസ് അന്ന് വാള് ഉറയിലിട്ടു. ഹല്ലേലൂയ. പത്രോസ് അന്ന് വാള് ഉറയിലിട്ടു. നിന്റെ പള്ളിയും നിന്റെ വിശ്വാസം എന്തിന്? ഏതെങ്കിലും വിശ്വാസി ബ്രദറൻ സഭയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ വാളം ഉറയിലിടണം. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പം ബ്രദറൻ സഭയല്ല സേവിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. മറന്നു പോകരുത്. നമുക്ക് ആശ്രയിക്കുവാൻ അവനല്ലാതെ മറ്റാരുമില്ല. അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു. ഈ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത വാക്ക് അവിടെ പൂർത്തീകരിക്കുക. എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ
പ്രതിഫലവുമാകുന്നു. അതേ പ്രിയമുള്ളവരെ, ഏതാണോ നമ്മളെ രക്ഷിപ്പാൻ തുനിഞ്ഞ രക്ഷകൻ, അവൻ നമ്മുടെ സ്വന്തം വകയായി നമുക്ക് ആനന്ദിപ്പാൻ കഴിയും. നമ്മുടെ സമയം തീർന്നിരിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ കുനിക്കാം, കർത്താവിന്റെ സന്നിധിയിൽ തലകളെ കുനിക്കാം, കണ്ടടയ്ക്കാം. എന്തിനാണെന്നറിയാമോ? ലോകത്തിന്റെ പേമാരികൾ വരുമ്പോൾ, കുത്തനെ ഒഴുകുന്ന ആയിരങ്ങൾ വരുമ്പോൾ, കൊടുങ്കാറ്റ് വരുമ്പോൾ, അത്ഭുതങ്ങൾ ജീവിക്കുന്ന സ്ഥാനത്ത് വരുമ്പോൾ കർത്താവുണ്ട്. കണ്ണടയ്ക്കാം. കർത്താവുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തെയും കണ്ണടച്ച് അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് അക്ഷരാർത്ഥത്തിലുള്ള കണ്ണടപ്പൽ മാത്രമല്ല, ജീവിതത്തിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് നോക്കണ്ട, കൂടെ ആ പേപ്പർ എടുത്ത് നോക്കണ്ട, കൂടെ നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കണ്ട, നിന്റെ ബിപിയും ഷുഗറും ചെക്ക് ചെയ്ത് ആ ആരോഗ്യത്തിന്മേൽ നീ ആശ്രയിക്കണ്ട, പള്ളിയിൽ നിന്റെ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ നീ നോക്കണ്ട. നിനക്ക് നോക്കേണ്ടത് ഒന്നേ ഉള്ളൂ, കർത്താവ് അവിടെ ഉണ്ടോ. ഇതാ അവൻ ആദ്യത്തെ ചുവടെടുക്കുന്നു, അവൻ ആദ്യത്തെ വാക്ക് പറയുന്നു, അവൻ ആദ്യത്തെ ചോദ്യം ചെയ്യുന്നു. അത്യപൂർവമായിരിക്കുന്ന അത്ഭുതം അവൻ പ്രവർത്തിക്കുന്നു. അവന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ ഒരൊറ്റ കുഞ്ഞാടില്ല, അവൻ മുഴുവനെയും പിടിക്കുന്നു. ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും. ഇന്ന് രാത്രി ആ കർത്താവിനെ രക്ഷകനായി പരിചയായി സ്വീകരിക്കുവാൻ ഇവിടെ ആർക്കെങ്കിലും പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയിട്ടുണ്ടെങ്കിൽ, അവനോടിങ്ങനെ പറയാം, എന്റെ കർത്താവേ സ്തോത്രം, എന്റെ കർത്താവ്, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഗെത്സമന തോട്ടത്തിൽ നീ ഇങ്ങനെ നിന്നെങ്കിൽ സ്വർഗത്തിൽ നീ എങ്ങനെ നിൽക്കും? ഹല്ലേലൂയ. നീ മനുഷ്യനായി ബലഹീനനായിരിക്കുമ്പോൾ നീ ഇങ്ങനെ നിന്നെങ്കിൽ, കർത്താവേ നീ സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി എത്രയോ അധികം നിൽക്കും. കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപം കഴുകുവാൻ നിന്റെ രക്തം ചൊരിഞ്ഞു. ഞാൻ നിന്നെ എന്റെ ഏക കർത്താവായി സ്വീകരിക്കുന്നു. ഇനി ഞാൻ മറ്റൊന്നിലും ആശ്രയിക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെയും മറ്റു പലതിനെയും കൂടെ ചേർത്ത് ഞാൻ ആശ്രയിച്ചു. എന്നാൽ ഇന്ന് രാത്രി നീ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്വർഗത്തിലെ ദൈവമേ, നീ മതി. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വേറൊരു നാമവും വേണ്ട. യേശുക്രിസ്തു മതി. ഇന്ന് നിന്നെ എന്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവേ, നീ എന്നെ പൊതിഞ്ഞിരിക്കാൻ സ്തോത്രം, നീ എന്റെ പരിചയമായിരിക്കാൻ സ്തോത്രം. ഞാൻ നിന്റെ മകളാകുവാൻ എന്നെ സ്വീകരിക്കണമേ. ഇന്നാരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഈ വ്യക്തമായ ബോധ്യം, കർത്താവേ എന്റെ പാപം ക്ഷമിക്കണം, പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തന്നു, ഞാൻ പാപിയാണ്, ഞാൻ സമ്മതിക്കുന്നു, എന്റെ പാപം ക്ഷമിക്കണം, നീ എനിക്ക് വേണ്ടി മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ കർത്താവായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. എന്റെ പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമേൻ. എനിക്ക് പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോടുകൂടെ ആരെങ്കിലും പിതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ മേശപ്പുറത്ത് ഒറ്റ ഫയൽ പോലും പെൻഡിംഗ് ആയിട്ട് കിടക്കത്തില്ല. ഇത് കേരള ഗവൺമെന്റ് അല്ല, സ്വർഗത്തിലെ ദൈവം അന്നേരെ പാസ്സാക്കും. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. അതെ, ഞാനൊന്നും മരിച്ചു കഴിഞ്ഞ് നിന്റെ കാര്യം, അല്ലെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് നിന്റെ കാര്യം നോക്കാം എന്ന് കർത്താവ് പറഞ്ഞില്ല. ഇന്ന് നിങ്ങൾ എന്നെ കേട്ടിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കർത്താവിനെ മാത്രം പരിചയമായി സ്വീകരിച്ചുവെങ്കിൽ വരും ദിവസങ്ങളിൽ അവനെ നിന്റെ പ്രതിഫലമാക്കിക്കൊള്ളുക, അവനെ നീ ആരാധിച്ചുകൊള്ളുക. അവൻ നിന്റെ നാഥനല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ കർത്തദാസൻ പ്രൊഫസർ ജേക്കബ് തോമസ് മുൻപോട്ട് കടന്നുവന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. പ്രത്യേകാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അതിശക്തമായി മനോഹരമായി സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവവചനം ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി നിന്നുകൊണ്ട് ദൈവകൃപയിൽ മാത്രം ചാരിക്കൊണ്ട് ദൈവവചനം ഘോഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. മല്ലശ്ശേരി സഭയുടേതായ എല്ലാവിധമായ നന്ദിയും പ്രിയ കർത്തദാസനോട് കർത്താവിന്റെ വലിയ നാമത്തിൽ ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഈ സന്ധ്യാസമയത്തിനായിട്ട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവം ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതുകൊണ്ടും നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം. ശരിയായ നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ വലിപ്പത്തെക്കുറിച്ചും അവന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അവന്റെ നിസ്തുലതയെക്കുറിച്ചും ഞങ്ങളെ കേൾപ്പിപ്പാൻ തക്കവണ്ണം നിന്റെ മകനെ അവിടുന്ന് ഉപയോഗിച്ചല്ലോ. അതിനായിട്ട് സ്തോത്രം. നീ ഞങ്ങളുടെ ദൈവമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു.
കർത്താവേ, അബ്രഹാമിനോട് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. നീ ഞങ്ങളെ ആ നിലയിൽ പരിച കൊണ്ട് മറച്ച് ഞങ്ങളെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേട്ട ആർക്കും കർത്താവേ, ഇത് ദോഷത്തിനോ ശിക്ഷയ്ക്കോ കാരണമാകാതെ വണ്ണം അവിടുന്ന് പ്രത്യേകാൽ സഹായിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഈ സ്ഥലത്തേക്ക് വരുവാൻ ദൈവവചനം ശക്തിയോട് ശുശ്രൂഷിപ്പാൻ തക്കൊണ്ട് നിന്റെ മകനെ അവിടുന്ന് ഉപയോഗിച്ചതുകൊണ്ട് നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം. ഇവിടെയുള്ള ദൈവമക്കൾക്ക് ആ തരത്തിൽ ഇവിടെ ഒരു ക്രമീകരണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായല്ലോ, അതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസന്മാരെ സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ക്ഷേമകരമായ യാത്രകൾ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേട്ടത് ഞങ്ങളെ കൂടുതൽ കരുതിക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോശയേക്കാൾ ശ്രേഷ്ഠനായവൻ, യോശുവയേക്കാൾ അഹരോനേക്കാൾ ശ്രേഷ്ഠനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവൻ ഞങ്ങളുടെ പരിചയം അതിമഹത്തായ പ്രതിഫലമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ചോദിച്ചാൽ നാളെ നടക്കുന്ന കൂടുവരവുകളെ ഞങ്ങൾ ഓർക്കുന്നു. രാവിലെയുള്ള പ്രഭാത സന്ദേശം, അതിനുശേഷമുള്ള പരസ്യയോഗങ്ങൾ, അതിനുശേഷമുള്ള എല്ലാ കൂടിവരവുകളും, സംഗീത ശുശ്രൂഷ, വൈകിട്ടത്തെ മീറ്റിങ്ങുകൾ എല്ലാം ഭംഗിയായി തീരുവാൻ സഹായിക്കണം. അനുകൂലമായ കാലാവസ്ഥ തരണം, കേൾവിക്കാരെ കൂട്ടിവരുത്തണം. ഈ മാത്രമല്ല കർത്താവെ, ഞങ്ങള് ആത്മീയമായി ഉണർത്തപ്പെടുന്നതിനും ഞങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നതിനും ഈ കൂടിവരവുകൾ മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. സർവ്വം ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കയാൽ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ദൈവവചനം അടുത്തും അകലെയായിരുന്നു കേട്ടവരോടും മാത്രമല്ല ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗം വിണ്ണുലകത്തിൽ നിന്നിറങ്ങി മനുജാതനായി വന്നു മാ ഗുരുവായി വിളങ്ങി ചൊന്നു ശിഷ്യരോടുപദേശം
നന്മ ചെയ്തു നാടെന്നറിയിച്ചു സുവിശേഷം. മന്നിടത്തുള്ളോർക്കു ചോര ചിന്നി മരിച്ചു മരണം. മന്നിടത്തുള്ളോർക്കു ചോര ചിന്നി മരിച്ചു മരണം. വെന്നുയർത്തു 40-ാം നാൾ ഇന്നിലം വിട്ടു ജയമായി വാനലോകത്തെഴുന്നള്ളിനാൻ ശ്രീയേശുനാഥൻ വാനലോകത്തെഴുന്നള്ളിനാൻ. ഉന്നത ദേവാമഹിമയും വിലയേറിയ രത്നകാന്തിക്കൊത്ത കതിരും മിന്നിയ കണ്ണാടി പോലുള്ള തങ്കവീതിയും എന്നും അഴിയാത്ത പണിയും എന്നും ആനന്ദവുമുള്ള പൊന്നെറുശലേമും കൊണ്ട് എന്നും ആനന്ദവുമുള്ള പൊന്നെറുശലേമും കൊണ്ട് വന്നു മോദത്തോടു സിയോൻ നന്ദിനിയെ ചേർത്തുകൊള്ളുവാൻ വാനലോകത്തെഴുന്നള്ളിനാൻ ശ്രീയേശുനാഥൻ വാനലോകത്തെഴുന്നള്ളിനാൻ. സേനയിൻ കർത്തൻ പരിശുദ്ധൻ എന്നു സ്വർഗീയ സേനകൾ സ്തുതിച്ചു പാടവേ. വാനമാർന്ന ശിഷ്യർ മുഖത്തിൽ തിരുക്കടാക്ഷം വീണു വിടർന്നു വിളങ്ങവേ. വാനവർ സാക്ഷി നിൽക്കവേ മാനവർ പാപം നീങ്ങവേ. വാനവർ സാക്ഷി നിൽക്കവേ മാനവർ പാപം നീങ്ങവേ. കാണികൾ കാഴ്ചയിൽ